ഹലോ എവ്രി വൺ, വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ്. ഇന്നൊരു നാടൻ 4 മണി പലഹാരമാണ് ഞാൻ തയ്യാറാക്കുന്നത്. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാകും. സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഈവനിങ് സ്നാക്കാണിത്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കപ്പ് ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് 1/2 കപ്പ് പുട്ടുപൊടിയാണ്. 1 കപ്പ് തേങ്ങ ചിരകിയതും കൂടി ചേർക്കാം. 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇപ്പോൾ ചേർത്തത്. 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ചെറു ചൂടുവെള്ളം ഒഴിച്ച് ഇത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. തിളച്ച വെള്ളമൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ചെറിയ ചൂടുവെള്ളം ഉപയോഗിച്ചാൽ മതി. കുറച്ച് വീതം വെള്ളം ഒഴിച്ച് ഇത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഈ ഒരു രീതിയിലാണ് ഞാനിപ്പോൾ കുഴച്ചെടുത്തിരിക്കുന്നത്. ഇത് എൻ്റെ ഒരു സബ്സ്ക്രൈബർ സുജാതയാണ് ഈ റെസിപ്പി ആവശ്യപ്പെട്ടത്. ഈ ഒരു പഴയകാല നാടൻ 4 മണി പലഹാരം എന്നെ ഓർമ്മിപ്പിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സുജാത. കട്ട്ലറ്റിനെ നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുന്നത് പോലെ ചെയ്താൽ മതി. എണ്ണ ഞാനിവിടെ ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് നമുക്ക് ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരിതരം ഇട്ട് കൊടുക്കാം. ഞങ്ങളിതിനെ അരിതരം എന്നാണ് പറയുന്നത്. ഇതിന് മറ്റെന്തെങ്കിലും പേരുണ്ടോ എന്നെനിക്കറിയില്ല. അങ്ങനെ വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതിയാൽ നന്നായിരുന്നു. ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 2 വശവും ഇതുപോലെ ഫ്രൈ ആയി വരണം. അപ്പം നമുക്ക് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് എണ്ണയിൽ നിന്നും എടുത്തു മാറ്റാം. ആദ്യത്തെ ബാച്ച് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇതുപോലെ നമുക്ക് രണ്ടാമത്തെ ബാച്ചും തയ്യാറാക്കിയെടുക്കാം. ഇത് മധുരമൊക്കെ ചേർത്ത് തയ്യാറാക്കുന്നത് കൊണ്ട് കുട്ടികൾക്ക് തീർച്ചയായും ഇത് ഇഷ്ടമാകും. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കൂടി അറിയിക്കാൻ മറക്കരുതേ. ഇത് ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് തീ അല്പം കുറച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഇത് കരിഞ്ഞു പോകും. ഉള്ളിൽ നന്നായിട്ട് വെന്ത് വരികയില്ല. അതുകൊണ്ട് തീ അല്പം കുറച്ച് വെച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു അളവിൽ ഇൻഗ്രീഡിയൻസ് എടുത്താൽ 16 അരിതരം നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ്. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. റെസിപ്പി ഇഷ്ടമായാൽ ഡെലീഷ്യസ് റെസിപ്പീസ് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.